നോട്ടും കിട്ടണില്ല, പൈസയും കിട്ടണില്ല. വെറുതെ ഡ്രസ്സ് പിടിച്ച് നടക്കേണ്ടി വരും. അല്ല, ഡിഫൻഡർ കാറിൽ എന്തോ അനൗൺസ്മെന്റ് ഉണ്ടല്ലോ, എന്താ കേട്ടോക്കട്ടെ. ഇന്ന് നമ്മുടെ നാട്ടിൽ റാങ്ക് റേസ് നടക്കാൻ പോവുകയാണ്. ജയിച്ചവർക്ക് 1 കോടി ഫ്രീ. എത്ര വണ്ടിയാളെ? അപ്പം 3 വണ്ടിയാളെ. എന്നൊരു ഫോർച്യൂണർ ഉള്ളത്. നല്ല രസമുണ്ട് ഫോർച്യൂണറിന്. പിന്നെ ഇവിടെ ഒരു താർ റോക്സും ഉണ്ട്. പിന്നെ ഒരു ഫോർച്യൂണറുണ്ട്. ഫോർച്യൂണറിനാണ് നല്ല രസമുണ്ടല്ലോ ഇവിടെ. നല്ല രസമുണ്ട് കേട്ടോ. എന്താ അയ്യോ, ഇപ്രാവശ്യം ഞാൻ തന്നെയാണല്ലോ ഫസ്റ്റ്. കത്തിച്ചുണ്ട് ഞാൻ. യെസ്, ഞാൻ ജയിച്ചു. ഇനി എൻ്റെ ടാസ്ക് എന്ന് വെച്ചാൽ ഒരു ജയിക്കാതിരിക്കണം. ആ ചേട്ടനൊന്നും ബ്രേക്ക് കിട്ടില്ലെന്ന് തോന്നുന്നു. അതിപ്പോൾ വീഴും. അയ്യോ, എനിക്ക് ബ്രേക്ക് കിട്ടണില്ലേ, ഞാൻ വീണേ. അയ്യോ, അങ്ങനെ ആ ചേട്ടനും ഔട്ടായിട്ടുണ്ട്. ഇനി താർ റോക്സ് ഉള്ള ചേട്ടനാണ് ഇനി ഇറങ്ങാൻ പോണത്. ചേട്ടൻ എങ്ങനെ കളിക്കാൻ നല്ല സ്പീഡിലാണ് ഇപ്പം തന്നെ പോണത്. അധികം ആവേശം കാട്ടണ്ട ചേട്ടാ. ആ ചേട്ടനെ ഞാൻ അടിച്ചിട്ടതാ. അതാ പിന്നും ബോധം വന്നെന്ന് തോന്നുന്നു ഇപ്പോൾ. അങ്ങനെ ആ ചേട്ടൻ താർ റോക്സും ചേട്ടൻ ഔട്ടായി. അങ്ങനെ ഞാൻ തന്നെ ഇപ്പോൾ ജയിച്ചിട്ടുണ്ട്. അങ്ങനെ അവസാനം ഞാൻ തന്നെ ജയിച്ച്. എൻ്റെ പൈസ എൻ്റെ ഒരു ബാഗ് ഉണ്ട്. ആ ബാഗിലാണ് ഇപ്പോൾ എൻ്റെ പൈസ ഇരിക്കുന്നുള്ളത്. അങ്ങനെ ഞാൻ ജയിച്ച് 1 കോടിയും കിട്ടി. ഇന്നും അന്നത്തെ പോലെ റാം റേസ് നടക്കുന്നുണ്ടല്ലോ. അന്നത്തെ 1 കോടി കൊണ്ട് ഞാൻ വലിയൊരു വീടും വെച്ച്, 2 വീട് വെച്ച്. ഒരു വീട് വലുതായിരുന്നു. ഇത് ഞാൻ വേറൊരു സ്ഥലത്താണ്. വേറെ സ്ഥലത്താണ്. ഈ വീട് പിന്നെ ചെറിയ വീട് വെച്ചതാണ്. പിന്നെ ഞാൻ ആ 1 കോടി തന്നെ നല്ലൊരു വണ്ടി വാങ്ങി. ഡ്രാഗ് റേസ് ചെയ്യാൻ നല്ലൊരു വണ്ടി തന്നെ വേണ്ടേ. അപ്പം അതിന് വേണ്ടി ഞാനൊരു സൂപ്പർ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ആ സൂപ്പർ എടുത്തിട്ടാണ് ഞാൻ ഡ്രാഗ് റേസ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും നന്നായിട്ട് ഡ്രാഗ് റേസ് ചെയ്യാൻ പറ്റിയാൽ മതിയായിരുന്നു. എന്തായാലും ഇവിടുന്ന് ഇറങ്ങാം. ഇപ്പോൾ ഇതിൽ പെട്രോൾ കുറച്ച് കുറവാണ്. ഇവിടെ അടുത്തന്നെ പെട്രോൾ സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട്, പെട്രോൾ പമ്പ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് പെട്ടെന്ന് പെട്രോൾ അടിച്ചിട്ട് ഡയറക്റ്റ് നമുക്ക് പോവാം. ഡ്രാഗ് റേസ് നടക്കുന്ന സ്ഥലത്തേക്ക് ഡയറക്റ്റ് പോവാം. അപ്പോൾ ഞാൻ കുറച്ച് നേരം പെട്രോൾ അടിക്കട്ടെ. പെട്രോൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നേരെ കാണുന്ന സ്ഥലമാണ് നമ്മളെ ഡ്രാഗ് റേസ് നടക്കുന്നത്. അപ്പം പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ നമ്മൾ ഡ്രാഗ് റേസ് നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ ട്രെയിൻ സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ് ഡ്രാഗ് റേസ് നടക്കുന്നത്. ഈ റെയിൽപ്പാളം കണ്ട, ആ റെയിൽപ്പാളം തൊട്ട് ബീച്ച് ഒരു റെയിൽപ്പാളം ഉണ്ട്. അവിടെ വരെയാണ് നമ്മളെ സ്റ്റാർട്ടിങ് പോയിന്റ് നിൽക്കുന്ന സ്ഥലം. പിന്നെ ഇവിടെ ഒരു ഒരു താറും ഉണ്ട്. പിന്നെ ഒരു മെക്ലാരനും ഉണ്ട്. മെക്ലാരനൊക്കെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റുമായിരിക്കും. പിന്നെ ഇവിടുത്തെ ജീപ്പിനെ കണ്ട, ജീപ്പിനൊക്കെ ആരെങ്കിലും ഡ്രാഗ് റേസിനുണ്ടല്ലോ. ഡ്രാഗ് റേസാണ് ഇത്, ഓഫ് റോഡല്ല. അത് താറിൻ്റെ ഓർഡറാന്ന് തോന്നണേ. ഡാടാ മോനെ, ഞാനേ ജയിക്കുള്ളൂ. കാരണം എൻ്റെ താറാണുള്ളത്. ഇപ്പൊ നീ ജയിക്കുകയാണെങ്കിൽ നിന്റെ താറ് നിനക്കണ്ട് ഞാൻ തരും. ഇപ്പൊ ഞാൻ ജയിക്കുകയാണെങ്കിൽ നിന്റെ താരക്ക് തരണം. പറ്റുമോ? പറ്റും. നല്ലൊരു ഓഫറാണ് ഗൈസ്. എന്തായാലും നമ്മളെ ജയിക്കുള്ളൂ. അപ്പം നമുക്ക് ആ താറും കൂടിയും കിട്ടുമല്ലോ. നല്ലൊരു ഓഫറാണ്. അയ്യോ, ഈ ചേച്ചീനെ കൊണ്ട് തോറ്റിന് വെറുതെ അടിച്ചിടുക. എന്നാലും ചേച്ചി ഞാനേ ജയിക്കുള്ളൂ. അങ്ങനെ ആ താറും പിന്നെ ഞാനുള്ള റേസ് തുടങ്ങാറായി. അപ്പം എന്തായാലും ഈ പാളം തൊട്ട് ആ പാളം വരെയാണ്. അപ്പം നേരെ നമുക്ക് തുടങ്ങാം. പിന്നെ അതവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാനാണിപ്പോൾ ഇവിടെ മാക്സിമം മുമ്പിൽ പോണ്. താറ് ഇപ്പോഴും എൻ്റെ ബാക്കിലാണ്. താറ് പിന്നെ പറപ്പിച്ച് വീടുണ്ട്. പിന്നെ ഓവർടേക്ക് ചെയ്യാൻ നോക്കണമൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ വിട്ടു കൊടുക്കൂലെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് കയറിയിട്ടുണ്ട് ഇപ്പോൾ താറിൻ്റെ ബാക്കിൽ. താറിനൊന്നും കൺട്രോൾ കിട്ടുന്നില്ലെന്ന് തോന്നുന്നു. ഈ സ്ഥലത്ത് കൂടെ വളഞ്ഞു തിരിഞ്ഞ് പോകുമ്പോൾ ഇക്കും കൺട്രോൾ കിട്ടൂല, താറിനും കൺട്രോളൊന്നും കിട്ടണില്ല. എന്തായാലും ഞാൻ സ്പീഡിൽ പറപ്പിച്ച് വീഴുകയാണ്. എന്തായാലും ഇക്കന്നെ ഇതിൽ ജയിക്കണം. തീരെ കൺട്രോൾ കിട്ടണില്ല കേട്ടോ. വണ്ടീൻ്റെ ബോണറ്റ് ഇപ്പോൾ തെറിച്ച് പോയിട്ടുണ്ട്. ഇനി ഡോറും പിന്നെ ഡിക്കി മാത്രമേ തെറിച്ച് പോയുള്ളൂ. പറഞ്ഞതുള്ളൂ. ഡിക്കൊക്കെ ഉണ്ട് വെറുതെ തുറന്നിട്ടുണ്ട് ഇപ്പോൾ. എന്തായാലും താറിയാട്ട ഇപ്പോൾ എൻ്റെ ബാക്കിൽ തന്നെയാണ്. അയ്യോ, കൺട്രോൾ കിട്ടണില്ല. വണ്ടി മറിഞ്ഞ്.
അങ്ങനെ ഞാൻ ജയിച്ചിട്ടുണ്ട്. ഇതിൽ നൈറ്റാ ഫസ്റ്റ് കിട്ടിയത്. പിന്നെ അതവിടെ ഒരു മെക്ലാറിൻ്റെ ചേട്ടൻ വന്നിട്ടുണ്ട്. ചേട്ടൻ പറയാ 80 ലക്ഷം ഞാൻ ജയിച്ച തരാന്ന്. ഞാൻ ഇപ്പോൾ തോറ്റ ആയാളിന് 80 ലക്ഷം കൊടുക്കണമെന്ന്. അപ്പോൾ ഇത് നല്ലൊരു ഡീലാണ്. എന്തായാലും പുതിയൊരു വണ്ടി മേടിക്കാൻ വേണമെങ്കിൽ പുതിയൊരു വീടും വെക്കാം. പിന്നെ ആ താറ് പിന്നെ നമ്മൾ റേസ് ചെയ്ത താറ് ഇവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരെ നമുക്ക് നമ്മളെ റേസ് തുടങ്ങാം. പിന്നെ റെഡി സ്റ്റഡി ഗോ എന്ന് പറയണ മുമ്പേ നമ്മുടെ മെക്ലാരൻ എടുത്ത് ചാടിയുണ്ട്. അപ്പോഴേക്കും എൻ്റെ വണ്ടി അവിടെ നൈസായിട്ട് ബ്ലോക്ക് ആവുകയും ചെയ്ത്. എന്തായാലും എനിക്ക് മസ്റ്റായിട്ട് ജയിക്കും വേണം. 80 ലക്ഷം കയ്യിൽ നിന്ന് പോയാൽ തീർന്ന്. എന്തായാലും ഇക്കന്നെ അതിൽ ജയിക്കണം, അല്ലാതെ പറ്റൂല. എന്തായാലും ഇപ്പം മെക്ലാരനാണ് മുമ്പിൽ കയറി പോണത്. ഞാൻ നല്ല ബാക്കിലാണ് മെക്ലാരൻ്റെ. പിന്നെ നമുക്ക് വിളിച്ച് പറയാനൊന്നും പറ്റൂലല്ലോ മെക്ലാരൻ സ്പീഡ് ഉറക്കിയെന്ന്. അങ്ങനെ പറ്റുമെങ്കിൽ ഞാനൊക്കെ എപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ എനിക്ക് തീരെ കൺട്രോളും കിട്ടുന്നില്ല ഇവിടെയൊക്കെ എത്തുമ്പോൾ. പിന്നെ മെക്ലാരൻ നല്ല മുമ്പിൽ പറപ്പിച്ച് വിടുന്നുണ്ട് മെക്ലാരൻ. പക്ഷെ ഞാനൊരു ബൂസ്റ്റ് കിട്ടിയതാണ്. അപ്പോഴേക്കും ഞാൻ നല്ല ഫ്രണ്ടിൽ പോയി. അങ്ങനെ ഞാൻ തന്നെ ഇവിടെ ജയിക്കുകയും ചെയ്ത്. 2 സെക്കൻഡിന് വ്യത്യാസം ഞാൻ ജയിച്ച്. അങ്ങനെ ഈ റൗണ്ടിൽ ഞാൻ തന്നെ ഇപ്പം ജയിച്ചിട്ടുണ്ട്. എനിക്ക് പിന്നെ ഈ താറും കിട്ടി. പിന്നെ ഈ താറ് എനിക്ക് മോഡിഫൈ ചെയ്യണം.